വർത്തമാന കാലത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടി മതത്തിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്നതാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത തന്നെ ആ മതത്തിനെക്കുറിച്ച് ശരിക്ക് മനസ്സിലാക്കിയ ഒരാൾക്കാണ് അഭിമാനത്തോടു അതിനെ കൊണ്ടു നടക്കാൻ പറ്റും. അല്ലാത്തവന് അപകർഷതാ ബോധം കൊണ്ട് തല കുനിഞ്ഞു പോകും. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളൊക്കെ ഗ്രാമപ്രദേശമാണല്ലോ, അപ്പം ഗ്രാമപ്രദേശത്ത് ഒരു ഗൾഫിലൊക്കെ പോയി ഒരാൾ അത്യാവശ്യം നല്ലൊരു സൗദി അറേബ്യയിലെ ഏതോ ഒരു അറാംകോ പോലത്തെ ഓയിൽ കമ്പനിയിലൊക്കെ വലിയ ജോലിയൊക്കെ കിട്ടി, വലിയ സമ്പന്നനായി, പെട്ടെന്ന് വലിയ സമ്പന്നനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, ഞങ്ങളുടെയൊക്കെ ഒരു സഹപ്രവർത്തകൻ എന്ന് പറയാവുന്ന അദ്ദേഹം, ഒരു പെരുന്നാളിന് പള്ളിയിൽ പുതിയ ഡ്രസ്സ് ഇട്ട് വന്ന്. അപ്പം അന്നൊക്കെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോളിസ്റ്ററിൻ്റെ കുപ്പായൊക്കെ ശീല അളന്നെടുത്ത് അടുപ്പിക്കുന്ന കാലം. അപ്പം ഇവൻ ഈ ഇട്ട് വന്ന ഷർട്ട് ഞങ്ങളുടെ നാട്ടിനെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും അത്ര കണ്ടാൽ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു മതിപ്പുണ്ടാകുന്ന ഷർട്ടല്ല, ഒരു സാധാരണ ഒരു ചാക്ക് പോലത്തെ ഒരു ഷർട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ, അപ്പോൾ അവനെങ്ങനെ ആ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ നോക്കി എവിടെ നിന്ന് ഇറങ്ങിയ കുപ്പായം കിട്ടിയത്. അപ്പോൾ അങ്ങനെ കാണിച്ചത് ഇത് കണ്ടോ, ഇത് കണ്ടോ നിങ്ങൾ? അപ്പോൾ എന്ത് കണ്ടോ? ഇവിടെ ഒരു നീല അടയാളമുണ്ട്. അപ്പോൾ അത് വലിയൊരു ലൂയി ഫിലിപ്പ് എന്ന വലിയൊരു കമ്പനിയുടെ അടയാളം ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു, പക്ഷെ ഓനറിയാം. അതുകൊണ്ട് വളരെ വില കൂടിയ കുപ്പായമാണ് എന്നുള്ള നിലക്കാണ് ഓ ഇരിക്കുന്നത്. വലിയ വില കൂടിയ കുപ്പായമാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർക്ക് ആ കുപ്പായത്തിൻ്റെ വില അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കുപ്പായം ഒരു മതിപ്പായിട്ട് തോന്നിയതുമില്ല. ഏതൊരു സംഗതി അങ്ങനെയാണ്. ഒരിക്കലൊരു മരണ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു വളരെ വലിയ പണക്കാരനായ കോടീശ്വരനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് കാണാനല്ലാതെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെരുപ്പ്, അപ്പോൾ നല്ല ഒരു രാഷ്ട്രീയ നേതാവാണ് മരിച്ചത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് വഴിയിടക്ക് അദ്ദേഹത്തിൻ്റെ ചെരുപ്പാരിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ചെരുപ്പിന് ഇങ്ങനെ കാത്തുന്നപ്പോൾ ആരോ പറഞ്ഞു, കാക്ക ഒരു ചെരുപ്പോട്ട് വാങ്ങിക്കൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ആ ചെരുപ്പിൻ്റെ വില കേട്ടങ്ങൾ നെട്ടും, അത്രയും വില കൂടിയ ചെരുപ്പ്. ആ ചെരുപ്പ് കൊണ്ടുപോയവന് ഒരിക്കലും ആ ചെരുപ്പിൻ്റെ വില അറിയില്ല. പോയ എവിടെയെങ്കിലൊക്കെ ബാത്റൂമിൻ്റെ മുമ്പിലോ വാതിലിൻ്റെ ബാക്കിലോ ഒക്കെ ഊരി വെക്കും. അത് അത്ര വില കൂടിയ ചെരുപ്പാണ്. സത്യത്തിൽ ഏതൊരു സംഗതിയെക്കുറിച്ചും നമുക്ക് അഭിമാനവും മതിപ്പും ഉണ്ടാവണമെങ്കിൽ അത് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ തോന്നൂല. ഇന്നിപ്പോൾ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ ഇസ്ലാമിനോടുള്ള താല്പര്യം അതിൽ കുറഞ്ഞു വരുന്നു എന്ന് തോന്നാനുള്ള ഒരു കാരണം തന്നെ എന്താ പറയുക, അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. അറിയുന്ന കുട്ടികൾ ഭയങ്കര. ഇസ്ലാം മതം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളുണ്ടല്ലോ, അവരെ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കും. ഓരോ നിസ്കാരം, ഓരോ തഹജ്ജുദും, ഓരോ എന്താ അവർ നമ്മളൊക്കെ വിചാരിച്ചതിൻ്റെ കുറേ അപ്പുറത്താണ്. കാരണം അവർ ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞവരാണ്. ഈ അറിയാത്ത ആളുകളാണ് അതെന്താ അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, അതിനെന്താ കുഴപ്പമോ, ഇതിനെന്താ കുഴപ്പമോ, ഇതിനെന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുക. ഇതെന്താണ് എന്ന് അറിയാത്ത ആൾക്കാരാണ്. സത്യത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും നേരിടുന്ന പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആൾക്കാരെ വിളിക്കുക, അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഇബാദത്തുകളൊക്കെ ചെയ്യുക, ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കുക. അത് പറയുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ലോകത്ത് ആരാ ഉള്ളത്? ഈ 3 കാര്യങ്ങൾ വേണമെങ്കിലും നല്ല അറിവ് വേണം. അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക്, നമ്മളൊരു സംഗതിയിലേക്ക് ഒരാളെ വിളിക്കണമെങ്കിൽ ആ വിളിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം, ഇല്ലെങ്കിൽ വിളിക്കാൻ കഴിയില്ല. രണ്ടാമത്തേത്, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണമെങ്കിൽ അത് സത്യമാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം, അല്ലേ? അപ്പോൾ ഇസ്ലാം എന്താണ്? പൊതുവെ ഇസ്ലാമിനെ കുറിച്ച് ഇന്ന് മുസ്ലിങ്ങളും അല്ലാത്തവരും കൊണ്ടു നടക്കുന്ന ഒരു വിമർശനം എന്താ പറയുക, ഇസ്ലാം എല്ലാ കാര്യത്തെയും എതിർക്കുന്ന മതമാണ്. അത് പറ്റൂല, ഇത് പറ്റൂല, അത് പറ്റൂല, അത് പറ്റൂല, അത് പറ്റൂല, പറ്റൂല 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 എന്നല്ലാതെ എന്നാ പറ്റുന്നത് എന്താണ് എന്നൊക്കെ ചില ആൾക്കാർ അപ്പോൾ ദേഷ്യപ്പെട്ട് ചോദിക്കാറുണ്ട്. ഈ ക്യാമ്പസിലൊക്കെ നമ്മളിങ്ങനെ പ്രവർത്തകർ ഡാൻസ് വെച്ചുമ്പോൾ മക്കളെ അതത്ര പറ്റൂല കേട്ടോ, അധികം പാട്ട് അത് പറ്റൂല കേട്ടോ, ഇതൊക്കെ പറ്റൂല 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 അറിയുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പിന്നെ എന്താ പറ്റുക?
അല്ലേ? എന്താണ് സത്യത്തിൽ ഇസ്ലാം? ഇസ്ലാം കുറേ കാര്യങ്ങൾ വിരോധിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. ഈ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നിസ്കരിക്കണം, നോമ്പ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ് ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം. തെറ്റാന്നറിയാം, അതിന് ശിക്ഷ കിട്ടുമെന്നറിയാം, എങ്കിൽ പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പലപ്പോഴും ആളുകൾക്ക് സാധിക്കുന്നില്ല. ഇവിടെ വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അഅറാഫ്, അതിലെ സൂറത്തു അൻആമിലെ 151, 52, 53 ഈ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. ഞാൻ പെട്ടെന്ന് ദീർഘമായ ആയത്തുകളായതുകൊണ്ട് വിശദീകരണമില്ലാതെ ഞാൻ പെട്ടെന്ന് അതിൻ്റെ അർത്ഥം ഇങ്ങനെ വേഗം മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു പോകാം. നോക്കൂ, ആ ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഖുൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, ഖുൽ റസൂലേ, നീ പറ, നീ പ്രഖ്യാപിക്ക്. എന്താ പറയേണ്ടത്? തആലൗ, തആലൗ, വരി, ഇങ്ങോട്ട് വരി. എന്തിനാണ്? അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. തല എന്ന് പറഞ്ഞാൽ തിലാവത്ത് പറഞ്ഞ അർത്ഥം എന്താ? ഓത്ത് എന്നല്ല. ഖുർആൻ ഓതുന്നതിനാണ് തിലാവത്തുൽ ഖുർആൻ എന്ന് പറയാം. തല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിയാരൂപമാണ്, ഓതി എന്നാണ്. അപ്പോൾ അത്ലു, ഞാൻ ഓതിത്തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് മേൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്താണ്. അങ്ങനെ പറയണ്ടല്ലോ, അള്ളാഹു എല്ലാം ഹറാമാക്കി, എല്ലാം നിഷിദ്ധാക്കി, എല്ലാം പാടില്ല എന്ന് പറഞ്ഞു. എന്താണ് റബ്ബ് നിഷിദ്ധമാക്കിയത്? ഇത് ഈ ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താ പറയുക, ഈ ഒരു വിമർശനം ഇസ്ലാമിനെ പറ്റി ഇപ്പം മാത്രമല്ല, ഒന്നും ഉണ്ടെന്നല്ലേ. ഇസ്ലാം എല്ലാ കാര്യത്തെയും വിരോധിക്കുന്നു എന്ന ഒരു വിമർശനം അക്കാലത്തും ഉള്ളത് കൊണ്ടാണല്ലോ ആ വിമർശനത്തിന് മറുപടിയായിട്ട് അന്നേ ഈ ആയത്തിറങ്ങുന്നത്. എന്തൊക്കെയാണ് അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കുന്നത്? അത്ലു അലൈക്കും അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് എന്താണ് നിഷിദ്ധമാക്കിയത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. പ്രവാചകന്റെ സ്വന്തം അഭിപ്രായം പറയാമെന്നല്ല, അള്ളാഹു ഇറക്കിയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നർത്ഥം. എന്നിട്ട് പറയണം, 1, അല്ലാ തുശ്രികൂ ബിഹി ഷൈആ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലെ മനുഷ്യർക്ക് നിഷിദ്ധമാക്കിയ ഒന്നാമത്തെ പ്രഥമവും പ്രധാനവുമായ കാര്യം അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, അവനിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കണം. പങ്കു ചേർക്കരുത്. ആ പങ്കു ചേർക്കുന്നതിനെ അള്ളാഹു നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള സമാഅ ബിനാഅൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അല്ലാഹ് അങ്ങനെ പറയാണ്, നിങ്ങളെ സൃഷ്ടിച്ച്, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച്, ഭൂമിയെ നിങ്ങൾക്ക് മനോഹരമായ ഒരു വിരിപ്പ് പോലെ സമാധാനത്തിൻ്റെ സ്ഥലമായി നിങ്ങൾക്കതിനെ സംവിധാനിപ്പിച്ച്, ഒരു മേൽക്കൂര പോലെ സുരക്ഷിതമായ മേൽക്കൂരയായി ആകാശത്തെയും അന്തരീക്ഷത്തെയും അള്ളാഹു നിങ്ങൾക്ക് നിലനിർത്തി, അവിടെ നിന്ന് മഴ പെയ്യിപ്പിച്ച് എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു ആ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും വലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയാണോ? അതല്ലേ ശിർക്ക്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ള ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരാള്, അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കുന്ന ഒരാള്, അള്ള അറിയുന്നത് പോലെ അറിയുന്ന ഒരാള്, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കുന്ന ഒരാള്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ
അള്ളാഹുവിനെ പോലെ എന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല, അങ്ങനെ ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കൽ, അതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ തെറ്റ്. പ്രവാചകനോട് പല സ്ഥലങ്ങളിലായി ചോദിക്കുന്നുണ്ട് സഹാബത്ത്, എന്താണ് റസൂലെ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്? അപ്പോഴൊക്കെ പ്രവാചകന്റെ മറുപടി അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. സത്യത്തിൽ നമ്മുടെ മുസ്ലിം സമൂഹം മനസ്സിലാക്കാതെ പോയ ഒരു വളരെ ലളിതമാണ്. അള്ള പറയുന്നത്, നിങ്ങളുടെ സൃഷ്ടിപ്പിലോ നിങ്ങളുടെ നിയന്ത്രണത്തിലോ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നതിലോ അല്ലാഹു അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരെ അള്ളാഹുവിന് സമന്മാരാക്കുന്നത്? അപ്പോ ഈ വിഷയം നമ്മൾക്ക് ഈ വിഷയത്തിൽ നമ്മളൊക്കെ ഏകദേശം ബോധവാന്മാരായതുകൊണ്ട് തന്നെ ഞാനത് ആവർത്തിക്കുന്നില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു വിരോധിച്ച ഏറ്റവും വലിയ വസ്തുത അള്ളാഹുവിൽ പങ്കു ചേർക്കല. അതിന്റെ കാരണവും വ്യക്തമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? വ്യക്തമാണ്. സൃഷ്ടിപ്പ്, സംവിധാനം, നിയന്ത്രണം, ഇതിലൊന്നും ഒരു സഹായവും ഒരു പങ്കാളിയും ഒരു കൂട്ടുകാരനും പടച്ച റബ്ബിന് ഇല്ല എന്നിരിക്കെ ആ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എന്തിനാ നമ്മളൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ ഒറ്റക്കൊരു കാര്യം ചെയ്തിട്ട് ഒരാൾ വന്നിട്ട് അത് ഇവനും കൂടി ചെയ്തതാണെന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരൂലേ? ഇതല്ലല്ലോ. മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ പടച്ച റബ്ബിന് ഒരാളുടെ ഒരു നിലക്കുള്ള ഒരു ചെറിയ സഹായം പോലും വേണ്ട, അതിന്റെ നിയന്ത്രണം, അതിന്റെ മുഴുവൻ കാര്യങ്ങളിലും. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത്, അത് ചെയ്യുന്ന റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അവനെ നിങ്ങൾ സ്തുതിക്കണം, അവന് നിങ്ങൾ ആരാധനകളും സഹായാർത്ഥനകളും അവനിലേക്ക് മാത്രമാവണം എന്ന് പറഞ്ഞിട്ട് അതിൽ പിന്നെ നമ്മളിങ്ങനെ ഓരോരുത്തരങ്ങളും അവിടെ ഇവിടെ പങ്കു ചേർക്കുക. അതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കുറ്റം. അത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത തെറ്റാണെന്നും അതല്ലാത്ത തെറ്റുകളൊക്കെ റബ്ബ് നമുക്ക് പുറത്തു തന്നേക്കാം, പക്ഷേ ഇത് അല്ലാഹ് പൊറുക്കൂല. അപ്പൊ ഒന്ന്, അല്ലാഹു ലോകത്തിലെ മനുഷ്യർക്ക് നിഷിദ്ധമാക്കിയ ഒന്നാമത്തെ കാര്യം ഇതാണ്. അത് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും പെട്ടെന്ന് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തേത്, ഒന്ന് അല്ലാ തുശ്രികു ബിഹി ശൈഅൻ, രണ്ട് വബിൽ വാലിദൈനി ഇഹ്സാനാ. ആ പ്രയോഗത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ നിങ്ങള് അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്ത് എന്ന് പറയുന്നിടത്ത് ഒന്ന്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കണം. പങ്കു ചേർക്കുന്നതിനെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അടുത്ത വാരുന്ന പറയുന്നത് മാതാപിതാക്കളെ ദ്രോഹിക്കലും അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവുമ്പേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞേ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി വർത്തിക്കണമെന്നും. മാതാപിതാക്കളെ ഉപദ്രവിക്കൽ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ല പറഞ്ഞത്. അവിടെ അള്ളാഹു അതിന്റെ ശൈലി ഒന്ന് മാറ്റി. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവരോട് ഇഹ്സാനോടുകൂടി ചെയ്യണം. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്താ അറിയോ, ചില ആൾക്കാർ പറയും, ഞാൻ എൻ്റെ അമ്മാനെയും ബാപ്പാനെയും ദ്രോഹിക്കലും ഇല്ല, ഓരോട് നല്ലീനും പോകലില്ല, ദോഷത്തിനും പോകലില്ല, ഞാൻ അങ്ങോട്ട് പോകലെന്നല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കൈയൊഴിയാറുണ്ട്. ഞാൻ ഓല ഒന്നുമില്ല, ഞാൻ നല്ലീനും കേടിനും ഓലടുത്തേക്ക് പോകാറില്ല. അതെന്നെ കടുത്ത തെറ്റാണെന്ന്. മാതാപിതാക്കളോട് ചീത്ത ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരോട് നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നല്ലല്ല പ്രശ്നം. മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നതിനേക്കാളേറെ വലുത് ആ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഇതേ ശൈലി നമുക്ക് വേറെ എവിടെ കാണാറിങ്ങൾ? വലാ തഖുല്ലഹുമാ ഉഫിൻ, വെറുപ്പോടുകൂടി അവരോട് സംസാരിക്കരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കുകയും അരുത്. ഞാൻ ആ വെറുപ്പോട് കൂടി സംസാരിക്കണില്ല, ഞാൻ കയർത്തും സംസാരിക്കണില്ല. തീരൂല. അടുത്ത വാക്കെന്താ അറിയാം? നീ അവരോട് സംസാരിക്കണം. ഞാൻ എൻ്റെ വാപ്പാൻ്റെ അടുത്തേക്ക് പോകാതെക്കുക, ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാം. രണ്ടാക്കും നല്ല ചെന്നിയാണ്, പിരാന്താണ്, എപ്പോൾ ചെന്നാലും ദേഷ്യം പിടിപ്പിക്കണ വർത്താനേ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകലില്ല എന്ന് പറഞ്ഞാൽ ഒരു മകൻ രക്ഷപ്പെടുമോ? ഇല്ല. അല്ല പറയുന്നത് അങ്ങോട്ട് പോകരുത് എന്ന് മാത്രമല്ല, ഇപ്പുറത്ത് വേറെയും പറഞ്ഞ് വഖുൽ ലഹുമാ ഖൗലൻ കരീമാ,
ആ മാതാപിതാക്കളോട് നീ കരീമായ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ വാപ്പാനോട് ദേഷ്യപ്പെടാനും പോകലില്ല, ചീത്തറിയാനും പോകലില്ല, ഞാൻ ആ വഴിക്ക് പോകലില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല. നമ്മൾ പോണം, അവരോട് സംസാരിക്കണം, സംസാരിച്ചു കൊണ്ടേയിരിക്കണം. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, ആർദ്രമായ മനോഹരമായ വളരെ സോഫ്റ്റായ ആ സംസാരം നീ അവരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം മാതാപിതാക്കളെ ചീത്തറിയാൻ പാടില്ല, ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല എന്ന് മാത്രം അവിടെ നിർത്തിയിട്ടില്ല, ബാക്കിയും കൂടി വായിക്കണം. പണ്ടാരോ പറഞ്ഞില്ലേ, ലാ ഇലാഹ, ആ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യാതൊരു ദൈവമല്ല, ലാ ഇലാഹ ലാ ഇലാഹ ലാ ഇലാഹ. അപ്പൊ ആരോ വിളിച്ചു പറഞ്ഞു എന്നാ, അതിന്റെ അപ്പുറത്ത് ഇല്ലല്ലാന്ന് കൂടി ഉണ്ട്. അപ്പൊ അതേപോലെ വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുമാ, ഓരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല, ഓരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. ആയിക്കോട്ടെ, ഞാൻ ദേഷ്യപ്പെടുന്നില്ല, ഞാൻ കയർക്കണില്ല, സംസാരിക്കണേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പറ്റൂല. വഖുല്ലഹുമാ, നീ അവരോട് രണ്ടാളോടും സംസാരിച്ചു കൊണ്ടേയിരിക്കണം, ഓരോട് സംസാരിക്കണം. എങ്ങനെ സംസാരിക്കണം? ഖൗലൻ കരീമാ, അല്ലേ? നല്ല സംസാരം. ഒരു ദേഷ്യം പിടിപ്പിക്കും. ഇതിങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ പറയുക, ഒരു പ്രായം ചെന്നാലേ, ഒരു ഇത്തിരി പ്രായം കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ മാറും. മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനം തന്നെ പറയുള്ളൂ, ഓരോ ദേഷ്യം പിടിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടാവുള്ളൂ. അത് കൽപ്പിച്ചൂട്ടിയല്ല. എന്താപ്പോ മൂത്രമൊഴിച്ചു, ബെഡ്ഷീറ്റ് മാറ്റി, ആ ബെഡ്ഷീറ്റ് മാറ്റി ഇങ്ങോട്ട് വന്നപ്പോണ്ട് രണ്ടാമത്തെ ബെഡ്ഷീറ്റിൽ മൂത്രമൊഴിച്ചു. ഇപ്പം ഇന്നലെ ഞാനൊരു ഒരു ഡോക്ടറുടെ ക്ലാസ് കേട്ടെ. ഒരു സ്ത്രീ ബെഡഡായ കിടപ്പിലായ സ്ത്രീയാണ്. അവര് ഭക്ഷണം കഴിക്കണില്ല. അപ്പൊ ഈ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം എന്ത് കൊടുത്താലും കഴിക്കൂല, കഞ്ഞി കഴിക്കൂല. അതിന്റെ തളർച്ച തളർന്ന് ഗ്ലൂക്കോസ് മേലെ ഇങ്ങനെ ജീവിച്ചു പോവുക, ഭക്ഷണം കഴിക്കില്ല. അപ്പൊ എന്താ ഭക്ഷണം കഴിക്കാത്തതിന്റെ കാരണം? ഭക്ഷണം കഴിക്കില്ല, വീട്ടുകാർ ചീത്തറയാണ്, ചീത്തയോട് ചീത്ത. അവസാനം ഡോക്ടർ ചോദിച്ചത്രേ, എന്തോ കല്യാണം നമ്മള് ഭക്ഷണം കഴിക്കാത്തത്. അപ്പൊ ആ ഉമ്മ വീണിട്ടേ ഈ തൊടന്റെ എല്ല് പൊട്ടിയാണ്. അപ്പൊ ഈ തൊട എല്ല് പൊട്ടിയപ്പോ ഡോക്ടർ പറഞ്ഞിട്ട് സർജറി വേണം. അപ്പൊ ആരൊക്കെയോ പറഞ്ഞോളൂ, ഈ വയസ്സുകാലത്ത് സർജറി വെറുതെയാണ്, പൈസ ചെലവാകും, അതൊട്ട് കൂടൂല, അവ സർജറി ഒന്നും വേണ്ട, അതാണ് അങ്ങനെ പൊയ്ക്കോളുന്നാരോ പറഞ്ഞേക്കണേ. അപ്പൊ ഈ പൊട്ടിയ എല്ലുണ്ടല്ലോ, ഇത് ഈ കാല് അനങ്ങണീനൊക്കെ വരുത്താവേ, രണ്ട് ഭാഗത്തേക്ക് നിൽക്കല്ലേ. ഇത് അനങ്ങണീന് ഇമ്മാക്കാണെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല, ഇത് അനങ്ങണീനൊക്കെ വരുത്താവും. അപ്പൊ അതിങ്ങനെ വരുത്താവുമ്പോ എന്താണ്, ഈ വയറ്റിന്ന് പോയാല് അത് കഴുകി വൃത്തിയാക്കണമെങ്കിൽ ഈ കാലിങ്ങോട്ട് അകറ്റി വെക്കണം. അപ്പൊ ഈ കാലിന് അകറ്റി വെക്കും, ഈ കാലുമ തൊട്ട വേദന, കാലിങ്ങോട്ട് അകറ്റി വെക്കുമ്പോൾ അതിന് ഇമ്മ വേദനന്റെ കൊടുമുടിയിലെത്തുക. അപ്പൊ അമ്മ തീരുമാനിച്ചാ ഭക്ഷണം കഴിക്കണ്ട, എന്താണ് സംഗതി പോവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതിനും വേണ്ടി ആരും പാത്രം വെള്ളമായിട്ട് വന്ന് അതിന്റെ വേദന സഹിക്കൂലല്ലോ. അതുകൊണ്ട് അപ്പൊ ഓപ്പറേഷൻ വേണ്ടെന്ന് മക്കൾക്ക് എളുപ്പമായി, കാരണം പൈസ ചെലവാക്കണ്ട, ആശുപത്രി അഡ്മിറ്റ് ആവേണ്ട, ഈ വയസ്സുകാലത്ത് ഓപ്പറേഷൻ നടത്തിയാൽ വിജയിക്കൂല എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു പോലും വേണ്ട വെച്ചതാ. പക്ഷേ അതിന്റെ വേദന അനുഭവിക്കുന്ന ഉമ്മാന്റെ തീരുമാനം എങ്ങനെ, ഭക്ഷണം തന്നെ കഴിക്കണ്ടാണ്. അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, ഈ പ്രയോഗം നമ്മൾ പ്രത്യേകിച്ച് കാണണം. അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യൽ പാപമാണ്, അത് അല്ലാഹ് വിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് മാതാപിതാക്കളെ ദ്രോഹിക്കലും എന്നല്ലോ പറഞ്ഞ് വബിൽ വാലിദൈനി ഇഹ്സാനൻ. ആ ശൈലിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കളോട് ഇഹ്സാനോട് കൂടി വർത്തിക്കണം, വളരെ പ്രധാനമാണ്. ഇസ്ലാമിന്റെ കുറ്റം പറയാൻ എല്ലാവരും ഉള്ളൂ. സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങോട്ട് എടുത്താൽ എല്ലാ രംഗത്തും ഇസ്ലാമിനെ അടിച്ചാക്ഷേപിക്കുന്ന വിമർശനങ്ങളും എന്തൊക്കെ നിറങ്ങൾ. നല്ല നല്ല പോസ്റ്റിന്റെ താഴെ പോലും ചില ആളുകൾ കുറിച്ച കമന്റുകൾ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ എവിടുന്ന് ഇവർക്ക് കിട്ടിയത്? വിമർശിക്കാനായിട്ട് പഠിക്കുമ്പോഴാണ് അതൊക്കെ കിട്ടുക. വളരെ കുറ്റം പറയുന്ന, മോശമായിട്ട് സ്വർഗത്തെക്കുറിച്ചും ഊർലിങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ചില ആൾക്കാരുടെ കമന്റുകളൊക്കെ കേട്ടാൽ അല്ലേ. അപ്പോ ഇസ്ലാമിൻ്റെ നന്മകൾ, അതിൻ്റെ മനോഹാരിത, അത് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് എത്ര മനോഹരമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് അത് അറിയിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് വബിൽ വാലിദൈനി ഇഹ്സാന. 3, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വയ്യാഹും. വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഞാനിങ്ങനെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു കുറിപ്പ് ഇങ്ങനെ വായിച്ചപ്പോണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവനുകൾ ഹനിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാ? യുദ്ധങ്ങളാണോ, കലാപങ്ങളാണോ, രോഗങ്ങളാണോ,
ലോകത്ത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ജീവനുകൾ ഹനിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി കൊടുത്തത് ഭ്രൂണഹത്യ എന്നാണ്. ഭ്രൂണഹത്യ. എന്താ ഭ്രൂണഹത്യ? മാതാവിന്റെ വയറ്റിൽ രൂപപ്പെട്ടു വരുന്ന ജീവന്റെ തുടിപ്പിനെ ആ അവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കുന്ന വളരെ ഭീകരമായ, വളരെ ഭയാനകമായ ഒരു കൊലപാതകം. പലപ്പോഴും 70% ഭ്രൂണഹത്യക്ക് കാരണമാകുന്നത് എന്താ? നിങ്ങൾ അനർഹമായ രൂപത്തിൽ ഗർഭം ധരിക്കുന്നവരോ ആ ഗർഭത്തിൽ പിറക്കുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഭയപ്പെടുന്നവരോ ആണ് ഭൂരിപക്ഷവും കുട്ടികളെ കൊന്നുകളയുന്നത്. അള്ളാഹു തആല ഇവിടെ പറയുന്നത്, അള്ളാഹു മനുഷ്യരോട് വിരോധി, ഒന്ന് എന്താ പറഞ്ഞേ? ശിർക്ക് ചെയ്യരുത്. രണ്ടെന്താ പറഞ്ഞേ? മാതാപിതാക്കളുടെ കാര്യത്തിൽ ഭയങ്കരമായ ശ്രദ്ധ വേണം, അശ്രദ്ധ ഉണ്ടാവരുത്. മൂന്നാമത്തെ എന്താ പറഞ്ഞറിയോ? പട്ടിണി ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത്. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖിൻ. ആ വിശപ്പ്, പട്ടിണി, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖശിയത ഇംലാഖിൻ. ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്. പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഏറ്റവും കഠിനമായ പാപം? അത് പല രൂപത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതിലൊന്ന്, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമോ, നീ ഭക്ഷണം കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മക്കളെ കൊല്ലലാണ്. ഓ, ഇനി കുട്ടികളുണ്ടായാൽ നോക്കാനാവൂലട്ടോ, ഇനി വേണ്ടട്ടോ, ഇത് 1-2 തന്നെ നോക്കാൻ വയ്യ, ഇനി ഉണ്ടായാൽ എന്താ കാട്ടുക, ഈറ്റക്ക് തിന്നാൻ കൊടുക്കാൻ ആരെ കൊണ്ടാ കഴിയുക? ആജാതി വേവലാദികളിൽ ജീവനെ നശിപ്പിക്കുക. അതിന് അള്ളാഹ് പറഞ്ഞ വ്യാഖ്യാനം താരങ്ങള് നഹ്നു നർസുഖുക്കും വയ്യാഹും. അതെ, തിന്നാൻ കൊടുക്കണേ നിങ്ങളല്ല, നാമാണ്, അല്ലേ? അള്ളാഹ് പറയാണ്, ഇവിടെ ഒരു മനുഷ്യൻ പിറക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ജീവിക്കാനുള്ള ഭക്ഷണം അള്ളാഹ് ഇവിടെ ഒരുക്കും. ചില വീട്ടില് 8-9 മക്കളുള്ള വീട്ടില് നന്നായി കുട്ടികളൊക്കെ പെരും ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കണ്ടാവും. എന്നാൽ 2 കുട്ടികളുടെ വീട്ടിൽ കാണാൻ ചിലപ്പം ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല, പറ്റുന്നവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, പോലെ എൻ്റെ ഇടങ്ങേറാണ്. അള്ളയാണ് ഭക്ഷണം കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പറയാറില്ലേ, ഇപ്പൊ 920 നമ്മുടെ ഖിലാഫത്ത് ലഹള കാലത്തൊക്കെ ജീവിച്ച ആൾക്കാർ പറയാറുണ്ട്, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അന്നത്തെയൊക്കെ ജീവിതം, പട്ടിണിയായിരുന്നു, കഞ്ഞിയിൽ വറ്റെണ്ണ ഉണ്ടാവില്ല, അങ്ങനെ പട്ടിണി കിടന്നാ ജീവിച്ചത്. ഒരു കഞ്ഞി ചോറൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഗ്രഹം എന്ന് പറയാം. എൻ്റെ വല്യമ്മയൊക്കെ ഉണ്ട്, ആ വല്യമ്മയൊക്കെ പറയാറുണ്ട്, കഞ്ഞി ഇങ്ങനെ കയ്യിലോട്ട് കഞ്ഞി ഇങ്ങനെ മുക്കിയിട്ട് വെള്ളം ഉമ്മമാര് കുടിക്കും, അതിൻ്റെ അടിയിൽ 1-2 വറ്റുണ്ടാകും, ആ വറ്റിങ്ങനെ കൈകൊണ്ട് നിരടിയിട്ട് മടിയിലുള്ള കുട്ടികളുടെ വായിലേക്ക് വെച്ച് കൊടുക്കും. അങ്ങനെ പട്ടിണിയാണ് ഇവിടെ. പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ കൃഷിയേനി. ഇവിടെ കമ്പനികളില്ല, ഫാക്ടറികളില്ല, ഹൈവേകളില്ല, ഒന്നുമില്ല, ഒക്കെ വിശാലമായ നെൽപ്പാടങ്ങളേനി. പക്ഷെ അന്ന് പട്ടിണി. അന്നത്തെ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാ? 20 കോടിയുടെ ചുറ്റിപ്പറ്റിയ. ഇന്ന് ആ ജനസംഖ്യ 140 കോടിയായപ്പോ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? നമ്മളൊക്കെ വീട്ടില് രാത്രി ഉണ്ടാക്കുന്ന ഭക്ഷണം പുറത്തേക്ക് തട്ടിക്കളയുന്നത് ഓർത്തല്ലേ പലപ്പോഴും വേവലാതിപ്പെടാറ്? വല്ല കുറവുണ്ടോ ഭക്ഷണത്തിന്? എത്ര ഒരു ഹോട്ടലിലൊക്കെ കയറിയാൽ എത്രയാണ് ഓർഡർ ചെയ്യുന്നത്, അതിൽ എത്ര ബാക്കിയാവിടെ, അല്ലേ? ഒരു കുറവില്ലല്ലോ. അപ്പൊ 20 കോടി ജീവിച്ചിരുന്ന കാലത്ത് ദാരിദ്ര്യമുണ്ടായിരുന്നു. 140 കോടി ജീവിക്കുമ്പോൾ ദാരിദ്ര്യമില്ല, അതിദാരിദ്ര്യമില്ലാത്ത നാട് എന്ന് നമ്മുടെ നാടിനെ ഭരണാധികാരികൾ വരെ വിശദീകരിക്കുന്ന ഒരു അവസ്ഥ വന്നല്ലോ. എന്താ കാരണം? അതാണ് ഈ പറഞ്ഞത്, നഹ്നു നർസുഖുക്കും. നിങ്ങൾക്ക് തിന്നാൻ തരുന്നതും അള്ളയാണ്, ഇയ്യാഹും അവർക്ക് തിന്നാൻ കൊടുക്കണവും പടച്ചോനാണ്. നമ്മൾ ഈ കാർഷിക വിപ്ലവം, ഹരിത വിപ്ലവം എന്നൊക്കെ പറഞ്ഞാൽ അത് മനുഷ്യന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയമൊന്നല്ല. ഓരോ കാലത്തെ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനം റബ്ബ് ഇങ്ങനെ കൊടുക്കണേ. പണ്ടൊക്കെ ഒരു വാഴക്കൊല വെട്ടിയാൽ 6-7 കിലോ ഉണ്ടാവുക. ഇപ്പൊ അതേ സ്ഥാനത്ത് 30-40 കിലോ ഭാരമുള്ള വാഴക്കൊലകളുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് നെല്ലുണ്ടാക്കിയാൽ പണ്ടുണ്ടായിരുന്ന അരിയുടെ 10 ഇരട്ടി എപ്പം ഉണ്ടാവുന്നത്. ഒരു മരച്ചീനി ഇങ്ങനെ പറിച്ചാൽ 1.5 കിലോ 2 കിലോ ഉണ്ടായെന്ന് മാറിയിട്ട് ഇന്നത് 20-30 കിലോ ആയി. പണ്ടൊക്കെ ഒരു പശുവിനെ കറന്നാൽ എത്ര പാല്? 2 പാല് 3 പാല് എന്നാ പറയാ. ഒരു ഇടങ്ങാഴി പാലൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാലാ പശുവിന്റെ. ഇന്ന് ചില പശുക്കൾക്ക് 30-35 ലിറ്റർ പാല്, അല്ലേ? ധവള വിപ്ലവം. അതാണ് മനുഷ്യന്മാരെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് ഒരു കാലത്തും ലോകത്ത് പട്ടിണി ഉണ്ടായിട്ടില്ല.
ആളുകളുടെ എണ്ണം കൂടുക എന്നത് ഒരു കാലത്തും മനുഷ്യനെ പട്ടിണിയിലേക്ക് എത്തിച്ചിട്ടില്ല. ഇവിടെ നോക്കി ഒരു കച്ചവടക്കാരൻ ഇപ്പോൾ അങ്ങാടിയിൽ ഒരു കട ഇറക്കുകയാണ്. ഇവിടെ കോഴിക്കോട് ടൗണിൽ ഒരു കട തുടങ്ങിയിട്ടേ ഞാൻ ചിലപ്പോൾ ഫോൺ ഇപ്പോൾ ദേഷ്യം വരില്ല ഹെഡ് ഓഫ് ആക്കുമ്പോൾ. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ഒരു കട തുടങ്ങിയാൽ ആ കടയിൽ ആൾക്കാരില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, കച്ചവടക്കാരൻ എന്താ പറയാ, ആളില്ല. അതുകൊണ്ട് കച്ചവടം ഒന്നും മുന്നോട്ട് പോകണില്ല. കച്ചവടം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? കടയിലേക്ക് തോന്നെ ആൾക്കാർ വരണം. ഒരാശുപത്രി, ആ ആശുപത്രി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ആശുപത്രിക്ക് തോന്നെ ആൾക്കാർ വരണം. ഒരു മാർക്കറ്റ്, ആ മാർക്കറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? അവിടെ തോന്നെ ആൾക്കാർ വരണം. ദുബായ് എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ആവാനുള്ള കാരണം എന്താണ്? അവിടെ തോന്നെ ആൾക്കാർ വരുന്നുണ്ട്. ആളുകൾ കൂടുക എന്നുള്ള ഒരിക്കലും ലോകത്ത് നാശത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ കാരണം ആയിട്ടില്ല. ആളില്ലായ്മയാണ് പ്രശ്നം. അവിടെ ആൾക്കാരില്ല, അവിടെ നടക്കൂല. അവിടെ ആൾക്കാരില്ല, അവിടെ ആചാര്യ ശോഭം നടക്കൂല. അവിടെ ആളില്ലാത്ത പ്രദേശമല്ലേ. അവിടെ ഇട്ടോ അവിടെ നല്ല ആൾക്കാർ വരും. ഈ ലോകം മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങൾ കൂടി വരണം. ചൈന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും ഉയർന്ന രാജ്യമായത് ജനസംഖ്യ കുറച്ചിട്ടല്ല അല്ല അല്ലേ? അപ്പോ നഹ്നു നർസുഖുക്കും വയ്യാഹും. അപ്പൊ ആരും ബേജാറാകണ്ട. പഠിച്ചോനെ, എൻ്റെ കുട്ടികളൊക്കെ വലുതാവുണ്ട്, ഒരു ജോലിയും കൂലിയൊന്നും ഇല്ല, ഇറ്റങ്ങൾ എങ്ങനെയാവോ ഭക്ഷണം കഴിച്ച് പോകുക എന്ന് ഒരാളും ബേജാറാവണ്ട. മനുഷ്യൻ്റെ ഭക്ഷ്യവകുപ്പ് പടച്ചോൻ്റെ കയ്യിലാണ്. അത് കറക്റ്റ് റബ്ബ് കൊടുക്കും. ചിലപ്പോൾ കുറച്ച് കുറയും, പച്ചരിയൊക്കെ തിന്നേണ്ടി വരും. എന്നാലും പട്ടിണി അധ്വാനിക്കുന്നുണ്ടോ അള്ളാഹു അവന് കൊടുക്കും. ഓന് കരുതിയത് അള്ളാഹ് കൊടുക്കുന്ന. അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയ ആ വറ്റിൻ്റെ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണത്തിലും അവസാനത്തെ വറ്റും തിന്നിട്ടേ ഈ ലോകത്തുനിന്ന് പോകുള്ളൂ എന്നാ. അത്ര കറക്റ്റാണ് ആ വിഷയം. അപ്പം അതിലാരും ബേജാറാവണ്ട. അത് പേടിച്ചു കാണ്ട് ആരും അവനാൻ്റെ മക്കളെ കൊല്ലാൻ ശ്രമിക്കണ്ട. അതാണ് അള്ളാഹു വിരോധിച്ച മൂന്നാമത്തെ കാര്യം കേട്ടോ. ലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുക്കും വയ്യാഹും. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ സൗകര്യം പോലെ പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും ഓല് പഠിക്കണില്ല. മദ്രസകളിലൊന്നും ഇത്രമാത്രം എത്തുന്നില്ല. മദ്രസ കഴിഞ്ഞാൽ പിന്നെ ഓല് മതം കേൾക്കുന്നില്ല. ഓല് കേൾക്കുന്ന അറിയോ, ഇസ്ലാമിലെന്താ പന്നി പെരുന്നമാർക്ക് പെറ്റുകൂട്ടല്ലേ, ഓൽക്കെന്താ ഇക്കൂടെ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് തോന്നുന്നത് ശരിയെന്നല്ലേ. ഓലൊക്കെ 1-1.5 കുട്ടികൾ, നമുക്ക് മാത്രം 4-5 കുട്ടികൾ. എന്തങ്ങനെ നമ്മൾ മോശമാണോ അല്ലേ? ഇത് ആരാ ഓൽക്ക് തിരുത്തി കൊടുക്കുക? ആരോപണങ്ങൾ ഓലടുത്തേക്ക് വരുന്നുണ്ട്. ആരോപണങ്ങൾ അവരെ കേൾപ്പിക്കാൻ സംവിധാനമുണ്ട്. ഈ ആരോപണങ്ങൾക്ക് മറുപടി വിൽക്കാരാ പറഞ്ഞു കൊടുക്കുക? അത് നമ്മുടെ ബാധ്യത. അത് പള്ളിക്കെന്നോ മദ്രസെന്നോ സമ്മേളനത്തിലെന്നോ കിട്ടൂല. അതിന് നമ്മളെ മക്കൾ പോവില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇടക്കിടക്ക് രാവിലെ ചായ എടുക്കാതിരിക്കുമ്പോഴൊക്കെ ഒന്നിച്ചിരിക്കുമ്പോൾ വെറുതെ ഒരു വിഷയം എടുത്തിടുക. ഇന്ന് ക്ലാസ്സിൽ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിനി, എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കണോ? അപ്പോൾ ചില കുട്ടികൾ അതൊക്കെ വെറുതെ പറയാണ്. അങ്ങനെ അപ്പോൾ 10 ആളുണ്ടെങ്കിൽ 10 ആൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ, 2 ആളാണെങ്കിൽ 2 ആൾക്ക് കൊടുത്താൽ പോരെ, അപ്പോൾ 2 ആളുണ്ടാകല്ലേ നല്ലത്, 10 ആളാകുമ്പോൾ നഷ്ടമല്ലേ എന്നൊക്കെ ഇങ്ങനെ വാദിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ലോകത്തിൻ്റെ ചരിത്രം, മനുഷ്യൻ്റെ ചരിത്രം, ഇപ്പോഴത്തെ മനുഷ്യൻ്റെ അവസ്ഥ, ആള് കുറഞ്ഞിട്ടാണോ ആള് കൂടിയെടുത്താണോ മനുഷ്യൻ്റെ വിജയവും മനുഷ്യൻ്റെ ലാഭവും മനുഷ്യൻ്റെ വളർച്ചയും ഉണ്ടാകുന്നത്? പറഞ്ഞു കൊടുത്തു നോക്കേണ്ടി, ഓൾക്ക് മനസ്സിലാവും. നമ്മളെക്കാൾ ഏറെ മനസ്സിലാവും. പക്ഷെ പറഞ്ഞു കൊടുക്കാൻ ആൾ വേണം. അതാണ് ഞാൻ ഇന്ന് ഈ ആയത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ അതാണ്. അതായത് ഇങ്ങനെ എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും രക്ഷിതാക്കൾ ഇങ്ങനെ കൈമലർത്തുക. എന്താ ഉസ്താദേ കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്, എങ്ങനെ ചോദിക്കണേ, എങ്ങനെയാ പറയണേ, ഇഫ്ള് പഠിച്ച കുട്ടിയാണ്, 30 ജുസ് പഠിച്ച കുട്ടിയാണ്, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന കുട്ടിയാണ്, ഇപ്പോൾ ചോദിക്കുക എന്തിനാ നിസ്കരിക്കണേ, എന്താ നിസ്കരിച്ചിട്ട് കിട്ടാല് ഒരു ഉത്തരം ഉസ്താദേ എനിക്ക് പേടിയായുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുമോ? ഉസ്താദിനെ കാത്ത് കണ്ട. ഇതൊക്കെ ഇനിയുള്ള കാലത്ത്, കാലം മാറി വരികയാണ്. ഇനിയുള്ള കാലത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലം. അത് വേറൊരാളെ കാത്തുക്കണ്ട. നമ്മൾ മടിച്ചാൽ എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞെടുത്തോളം പറഞ്ഞാൽ നടക്കൂല. അവനാ മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾ പിന്നെ നമ്മളെ ഈ ആയത്തുകളൊക്കെ നമ്മൾ അമാനി മൗലയുടെ ഖുർആൻ പരിഭാഷയൊക്കെ എടുത്തിട്ട് ഈ ആയത്തുകളൊക്കെ ഒന്ന് ആഴത്തിലൊന്ന് പഠിച്ചു നോക്കേണ്ടി, വായിച്ചു നോക്കേണ്ടി. എളുപ്പമാണ്. വേഗം ഇപ്പം ഞാനീ പറഞ്ഞ 4 കാര്യമുണ്ടല്ലോ. 1 ശിർക്ക് ചെയ്യരുത്, 2 മാതാപിതാക്കളെ പൊന്നോലെ നോക്കണം, 3 നിങ്ങൾ പിന്നെ മക്കളെ വിശപ്പുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പേടിച്ച് നിങ്ങൾ മക്കളെ കൊന്നുകളയരുത്. ഈ 3 കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊന്നും അതിസങ്കീർണമായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമല്ല. ഇത് റസൂലുള്ള ആർക്കാ പറഞ്ഞു കൊടുക്കണം? നിങ്ങൾ 1ാം ക്ലാസ് പോകാത്ത, അക്ഷരം എഴുതാനും വായിക്കാനും അറിയാത്ത,
ഒരു ബെരങ്ങനെ വരച്ചാൽ അത് അലിഫ് എന്നാണ് വായിക്കുക എന്ന് പോലും അറിയാത്ത ഉമ്മി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അക്ഷരജ്ഞാനമില്ലാത്ത ആ ബതുക്കളായ അറബികളെ വിളിച്ചിട്ടാണ് ഓതി കൊടുക്കണേ. ഓർക്ക് മനസ്സിലായിക്കണമെങ്കിൽ പിന്നെ നമ്മക്കെന്താ മനസ്സിലാവായി? മനസ്സിലാവാത്ത പ്രശ്നമല്ല, മനസ്സിലാക്കണം തീരുമാനിച്ചാൽ മതി, എന്നാ മനസ്സിലാവും. എനിക്കതൊന്നും മനസ്സിലാവില്ല, അതൊന്ന് തീരുമാനിച്ചാലോ ഇത് മനസ്സിലാവില്ല. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ വാക്കുണ്ടേ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു ജനതയും അവരിൽ മാറ്റമുണ്ടാവണമെങ്കിൽ അവർ സ്വയം മാറ്റത്തിന് വിധേയരാവണം. ഞാനിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് അമേരിക്കയ്ക്ക് എത്തണം എന്ന് അങ്ങനെ പ്രാർത്ഥിച്ച അമേരിക്കയ്ക്ക് എത്തൂല. ഞാൻ അമേരിക്കയിൽ എത്തണമെങ്കിൽ അതിന് പൈസ ഉണ്ടാക്കി, ടിക്കറ്റ് ഉണ്ടാക്കി, വിസ ഉണ്ടാക്കി, ഞാൻ പോകാൻ ശ്രമിച്ചിട്ട് പടച്ചോനെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്തുള്ളൂ. ആദ്യം തുടങ്ങേണ്ടത് നമ്മളിലാണ്. അപ്പൊ നമ്മൾ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ശ്രമിക്കുക. അപ്പൊ 3 കാര്യം പറഞ്ഞോ. 4-മത്തേത് വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താ പറഞ്ഞ നിങ്ങൾ? വലാ തഖ്റബു അൽ ഫവാഹിഷ. ഫാഹിഷത്ത്, ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കാര്യങ്ങൾ. മനുഷ്യന്റെ സംസ്കാരത്തിനും മനുഷ്യന്റെ ധാർമ്മികതക്കും മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിനും മനുഷ്യന്റെ കുടുംബ ജീവിതത്തിനുമൊക്കെ വിഘാതമുണ്ടാക്കുന്ന, അതിന് പ്രയാസമുണ്ടാക്കുന്ന എല്ലാ വൃത്തികെട്ട കാര്യങ്ങളെയും ഫവാഹിഷ് എന്ന പദത്തിൽ ഉൾപ്പെടുത്താം. വ്യഭിചാരം, മദ്യപാനം, ലഹരി, വഞ്ചന, ചതി, അതിക്രമങ്ങൾ, അങ്ങനെ മനുഷ്യ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിന് വിഘാതമാകുന്ന, മനുഷ്യന്റെ സമാധാന ജീവിതത്തെ ഇല്ലാതാക്കുന്ന, പരസ്പര വിശ്വാസത്തെയും ഭദ്രതയെയും ഇല്ലാതാക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഈ ഫവാഹിഷ് എന്ന, ഫാഹിഷത്ത് എന്ന പദത്തിൽ ഉൾപ്പെടുത്താം. അതിന് അള്ളാഹു അവിടെ ആ പ്രയോഗിച്ച രൂപം നോക്കാൻ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യരുത് എന്നല്ല പറഞ്ഞേ, ചെയ്യരുത് എന്നല്ല പറഞ്ഞേ. ശ്രദ്ധിക്കണം, ചെയ്യരുത് എന്നല്ല. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞേ, നിങ്ങൾ കള്ള് കുടിക്കരുത് എന്നല്ല പറഞ്ഞേ. എന്താ പറഞ്ഞ? വലാ തഖ്റബൂ അൽ ഫവാഹിഷ. ഈ വൃത്തികേടുകളിലേക്ക് നിങ്ങൾ അടുക്കരുത്. എന്താ വിഷയങ്ങൾ? നമ്മളൊക്കെ പലപ്പോഴും തെറ്റിലേക്ക് പോയത് എങ്ങനെയാ? ഞാനത് ചെയ്യൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ്? അതെങ്ങനെ അതിന്റെ എഴുത്ത് കൂടെ അങ്ങനെ പോയപ്പോ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോരാൻ പറ്റാതെ നമ്മളാണ്ട് എത്തി. ഇങ്ങോട്ട് തിരിച്ചു നടക്കാൻ കഴിയില്ല. ചില ഈ പുഴയിലേക്കൊക്കെ ചില കുട്ടികളൊക്കെ നീന്താൻ അറിയാത്ത കുട്ടികൾ ഇറങ്ങുമ്പോഴേ മെല്ലെ 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 ഇങ്ങനെ ഇറങ്ങിയാണ്ട് ഇങ്ങനെ പോകുമ്പോൾ വിചാരിക്കുന്ന അറിയോ, നല്ല ആളുള്ള സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങോട്ട് പോരാന്നാ. പക്ഷെ ആളുള്ള സ്ഥലത്തെത്തുമ്പോൾ ഓന് മനസ്സിലായി ഇങ്ങോട്ട് പോരാൻ കഴിയണില്ല, തിരമാലകൾ ഓനെ അങ്ങോട്ടാ കൊണ്ടുപോയത്, പിന്നെ ഓൻ അങ്ങോട്ട് കിട്ടിയിട്ടില്ല, ഓനാണ് പോയി. അതേപോലെ തന്നെ ചില തെറ്റായ കാര്യങ്ങൾ, ആ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാ? നിങ്ങൾ അതിൻ്റെ ചില അലയൊലികൾ ഇങ്ങനെ അതിൻ്റെ മുമ്പേ വരും, അത് നമ്മളങ്ങനെ അയക്ക് കൂട്ടിയാ കൊണ്ടുപോകും അല്ലേ? അനാവശ്യമായ നോട്ടം, അനാവശ്യമായ സംസാരം, അനാവശ്യമായ ബന്ധങ്ങൾ, അനാവശ്യമായ ഇടപാടുകൾ ഒക്കെ എല്ലാം. ഇപ്പൊ ഈ ലഹരിയിലേക്കൊക്കെ പോകുന്ന ആളുകൾ, ഈ കഞ്ചാവ് പോലുള്ള ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ചില കുട്ടികളൊക്കെ അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോൾ എങ്ങനെയായിരുന്നു തുടക്കം എന്ന് പറയുമ്പോൾ ചില കുട്ടികളൊക്കെ പറയുന്നത്, പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് അത് വീട്ടിൽ നിന്ന് കിച്ചണിലെ ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചിട്ട് അവർ സിഗരറ്റ് പോലെ വലിച്ചിട്ടുണ്ട്. പിന്നെ ആരോ വലിച്ചിട്ട സിഗരറ്റിന്റെ കുറ്റികൾ അവർ തേടി പിടിച്ചിട്ടുണ്ട്. പിന്നെ സിഗരറ്റ് വലിക്കുന്നവരോട് അവർ സൗമ്യമായി ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. പിന്നെ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോയതാ. ഇപ്പൊ അവിടെ എത്തിക്കണ്. ഇപ്പൊ തിരിച്ചു പോരാൻ പറ്റണില്ല. എല്ലാം അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഈ പ്രയോഗം. അതുകൊണ്ട് ആൾക്കാരെന്താ പറയാറോ, ഇതാ ഇസ്ലാം, അത് പറ്റൂല, അങ്ങോട്ട് പോകാൻ. എന്താ ഒരു ഡാൻസ് കളിച്ചാൽ അതിന് കുഴപ്പം? എന്താ ഒരു പാട്ടൻ പാടിയാൽ എന്താ ഇപ്പോൾ ആണും പെണ്ണൊന്ന് അതിന് എന്താ പ്രശ്നം? അതെ, അതിനെന്താ പ്രശ്നം ചോദിച്ചാൽ അത് പ്രശ്നത്തിലേക്കുള്ള കവാടങ്ങളാണ്. അവിടെ എത്തിയിട്ട് ചിലപ്പോൾ തിരിച്ചു നടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് വലാ തഖ്റബൂ, നിങ്ങൾ അതിലേക്ക് അടുക്കരുത്. ഒരു തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ അടുക്കരുത്. വലാ തഖ്റബൂ അൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. ഈ ഫാഹിഷ തന്നെ വ്യക്തമായതുണ്ട്, അതേപോലെ തന്നെ എന്താ പറയാ, അങ്ങനെ മൂടിക്കിടക്കുന്ന രണ്ടുണ്ട്. പ്രത്യക്ഷമായ തിന്മകള്, പരോക്ഷമായ തിന്മകള്. ഇപ്പൊ നോക്കി, എന്താ ഒരു 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. ആരാ കൊന്നത്? ആൺ സുഹൃത്താണ് കൊന്നത്. എങ്ങനെ കൊന്നത്?
തലക്കടിച്ചാണ് കൊന്നത്. എപ്പോഴാ സമയം? രാത്രി 1:30 മണിക്കാണ്. 1:30 മണിക്ക് എങ്ങനെയാ ഈ പെൺകുട്ടിക്ക് ഇവന് പെൺകുട്ടിയെ കിട്ടിയത്? അവള് വീട്ടിൽ നിന്ന് കടയിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി അത്രേ രാത്രി 1:30. നിങ്ങൾ ആലോചിച്ചോക്കാണി, എവിടെയൊക്കെ തകരാറുണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ തകരാറുണ്ടായിട്ടുണ്ട് അല്ലേ? ലഹരിയിലായിരുന്നു അത്രേ. കൊന്നവനും കൊല്ലപ്പെട്ടവരും ലഹരിയിലാണത്രേ രാത്രി 1:30 മണിക്ക്. എൻ്റെ അതൊരു ചർച്ചയാവാഞ്ഞ് ഞാനും വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അതെന്താ അപ്പൊ അവിടെ മാത്രം ഒതുങ്ങി പേപ്പറിലും ചർച്ചയാവാത്ത? അപ്പൊ അതിന്റെ കമന്റിൽ ആരോ എഴുതി, എന്താ അറിയോ, അതിന്റെ പേരുകളിൽ ഒന്നിലും ഒരു അബ്ദുള്ളയും സുലൈമാനോ ഇല്ലാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അതൊരു ജിഹാദായിട്ട് ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. അതൊരു സത്യമാണ് അല്ലേ? അപ്പോ പ്രത്യക്ഷമായതും പരോക്ഷവുമായ തിന്മയിലേക്ക് ഒരു മനുഷ്യൻ, നിങ്ങൾ നോക്കേണ്ടി, ഇസ്ലാം ഏതൊരു കാര്യം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യം നമ്മളെ ഏതെങ്കിലും ഒരു തിന്മയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ. എന്താവട്ടെ, നമ്മുടെ ഡ്രസ് കോഡ് മുതൽ എന്തൊക്കെ ഇസ്ലാം അത് അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യത്തെ ഒന്ന് എടുത്തു നോക്കേണ്ടി. ആ അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ വഴിയെ അത് വലിയ തിന്മയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. സൗഹൃദം അല്ലേ? സൗഹൃദം, പ്രണയം, സ്നേഹം, കാമം, ഇതൊന്നും പരസ്പരം തിരിച്ചറിയാൻ കഴിയാതെ കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു കാലത്താ അല്ലേ? തൻ്റെ ഉറ്റ സുഹൃത്താണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുട്ടിയാലാണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടത്. അയാളെങ്ങനെ സുഹൃത്താവുക? അതും പാറക്കല്ലെടുത്തിട്ട് തലക്കടിച്ചിട്ട് വീണടുത്തുനിന്ന് പിന്നെ അടിച്ചിട്ട് കൊന്നിട്ടേക്കുക. എങ്ങനെയത് സുഹൃത്താവുക? ആൺ സുഹൃത്തിനാൽ കൊല്ലപ്പെട്ടു എന്ന പദപ്രയോഗത്തിനെതിരെ കേസ് കൊടുക്കണ്ടേ കോടതിയിൽ? ഒരു സുഹൃത്ത് അങ്ങനെ കൊല്ലുമോ ഒരാളെ? അല്ലേ? ഇതാണ് കാലഘട്ടം. എത്ര നിഷ്ഠൂരമായിട്ട് എത്ര ക്രൂരമായിട്ടാണ് അവരാ കാര്യങ്ങൾ ചെയ്തതില്ലേ? അപ്പോ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ ഒരുപക്ഷെ നമുക്ക് തന്നെയും ഇത്തരം കാര്യങ്ങളിൽ നല്ല ബോധ്യമുണ്ടാവണം. എന്തുകൊണ്ട് പടച്ചോൻ അത് വേണ്ടെന്ന് പറഞ്ഞു? എന്താ ഒരാൾക്ക് കൈയെടുത്താൽ പറ്റുക? എന്താ ഒരാണും പെണ്ണും കൈയെടുത്താൽ പറ്റുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അന്യ സ്ത്രീ അല്ലെങ്കിൽ അന്യ പുരുഷന്മാർ അവർ പരസ്പരം ഇങ്ങനെ കൈ കൊടുക്കുന്നതൊക്കെ തീക്കട്ടയിൽ പിടിക്കുന്നത് പോലെയാണെന്ന പ്രവാചകന്റെ സവിശേഷത. എന്താ അത്ര വലിയ തെറ്റാണോ? അതൊക്കെ പതുക്കെ പതുക്കെ തെറ്റിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. പ്രവാചകന്റെ ഭാര്യമാരോട് ഒരു കൽപ്പന ഉണ്ട് അള്ളാഹു ഖുർആനിലൂടെ. പ്രവാചകന്റെ ഭാര്യമാരെ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മളൊക്കെ ഉമ്മമാരോട്, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ സോഫ്റ്റായ ഭാഷയിൽ സംസാരിക്കരുതെന്നാ. പിന്നെ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. കാരണം നിങ്ങളുടെ ശബ്ദം ചിലരുടെ ഹൃദയങ്ങളിൽ രോഗം ഉണ്ടാക്കുന്നു. ചില ഫോണൊക്കെ റോങ് നമ്പറിലൊക്കെ വന്നിട്ടേ ആ റോങ് നമ്പറിൽ പിടിച്ചുകൊണ്ട് പിന്നെ തൂങ്ങിയിട്ട് പിന്നെ കൊലപാതകം അല്ലെങ്കിൽ പീഡനം, മോഷണം, അതിൻ്റെയൊക്കെ അന്വേഷണം വരുമ്പോൾ ഫോണിൽ പരിചയപ്പെട്ട ചെറുപ്പക്കാരനാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. എങ്ങനെയാണ് ഈ ഫോണിൽ എവിടുന്നാ പരിചയപ്പെട്ടെ? ഒരു മിസ് കോളില്. അപ്പൊ ചില ആൾക്കാർക്ക് ഇതൊരു പണിയാ. 10 അക്ക നമ്പർ നിൽക്കുക, ഏതെങ്കിലും ഒരു ഫോൺ അടിയലോ. അപ്പൊ ഇങ്ങനെ അടിച്ചു, ഹലോ, അപ്പുറത്ത് ആരെ കാനള വെച്ചാണെങ്കിൽ ഹലോ, സോറി റോങ് നമ്പറാണ്. എന്നാല് ഹലോ, ആരാണ് ഇത്? ഞാനാണേ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കൊത്തും. പിന്നെ എങ്ങനെ ആ നമ്പർ തൻ്റെതാക്കാൻ പറ്റുമോ അതൊക്കെ നോക്കും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു സ്ത്രീകളോട്, സ്ത്രീകളെ, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ ഒരിക്കലും അവരുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉണ്ടാക്കുന്ന. അപ്പൊ സ്ത്രീ പറയുന്നത് അങ്ങനെ നല്ല വാക്ക് പറഞ്ഞാൽ, നന്നായി സംസാരിച്ചാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വിഗല് കിയാമെന്നാളുടെ വിഗുള്ളൂ, അതിന്റെ മുമ്പ് വിഗൂല. പക്ഷെ ആകാശം ഇടിഞ്ഞു പോയാലല്ല പ്രശ്നം, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന അപകടങ്ങളാണ് പ്രശ്നം. അതാണ് വലാ തഖ്റബു അൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. അടുത്തത് വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അയാളെ കൊല്ലാൻ, ഒരാളെ ജീവനോടെ കൊല്ലാൻ അല്ലാഹു തആല അനുവദിച്ച ചില കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന്, കൊലപാതകിയെ അയാൾക്ക് വധശിക്ഷ നടപ്പാക്കാം. 2, വിവാഹിതനായ വ്യഭിചാരി
അവരെ എറിഞ്ഞു കൊല്ലും. 3, സമൂഹത്തിന്റെ സുഭദ്രമായ ജീവിതത്തിന് അപകടകാരിയാകുന്ന ചില തെറ്റുകളുണ്ട്. സാമൂഹ്യ ജീവിതത്തിനെ ഒന്നായിട്ട് നശിപ്പിച്ച് കളഞ്ഞ ചില കാരണങ്ങൾ. അത്തരം സന്ദർഭങ്ങളിലും അള്ളാഹു ആ കുറ്റവാളികളെ കൊല്ലാൻ അനുവാദം നൽകിയിട്ടുണ്ട്. അത് ആരാ കൊല്ലേണ്ടത്? എനിക്ക് കൊല്ലാൻ പറ്റുമോ? എൻ്റെ വാപ്പാൻ ഒരാൾ കൊന്നു, ആ കൊലയാളിയെ എനിക്ക് കൊല്ലാൻ പറ്റുമോ? എനിക്ക് കൊല്ലാൻ പറ്റൂല. ആ കൊലപാതകം നടത്തേണ്ടത് ഭരണകൂടങ്ങളാണ്. അവിടെ ഖാളി ഉണ്ടാവും, ജഡ്ജി ഉണ്ടാവും. ആ ജഡ്ജിയുടെ മുമ്പിൽ കുറ്റങ്ങളുടെ കൃത്യമായ പരിശോധന ഉണ്ടാവും. ആ പരിശോധനയിൽ അയാൾ കുറ്റവാളി എന്ന് സമ്പൂർണമായി ബോധ്യമാവുകയും കുറ്റം ചെയ്യാനുള്ള സാഹചര്യം മനസ്സിലാവുകയും ചെയ്യുമ്പോൾ ആ ജഡ്ജിക്ക് അയാൾക്ക് വധശിക്ഷ വിധിക്കാം. ആ വധശിക്ഷ ഉത്തരവാദിത്തപ്പെട്ട നടപ്പാക്കേണ്ടവർക്ക് നടപ്പിലാക്കാം. അതാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രം. എന്നല്ലാതെ വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ്, അല്ലാഹു തആല നിരോധിച്ച ഒരാത്മാവിനെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല. കൊലപാതകം എന്നത് ലോകത്ത് മനുഷ്യന്റെ സമാധാന ജീവിതം തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യമാണ്. ഇപ്പൊ എന്നെ കൊല്ലാൻ ഒരാൾ ആയുധവുമായിട്ട് ഈ കോഴിക്കോട് അങ്ങാടിയിൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയാ? നിങ്ങളെ കൊല്ലാൻ ഒരാളിങ്ങനെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് എവിടെയോ നിങ്ങളെ കൊല്ലാൻ ഒരാൾ ആയുധവുമായി നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാകാരം? കൊലപാതകം എന്നത് മനുഷ്യ ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന കൊടും ഭീകരമായ കുറ്റകൃത്യ. ഇസ്ലാമിലും അങ്ങനെ തന്നെ. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഭീകരമായ കുറ്റം എന്താണ് എന്ന ചോദ്യത്തിന് പ്രവാചകൻ ഒരിക്കൽ കൊടുത്ത മറുപടി ഈ വാക്ക, കൊല്ലരുത്. നമ്മൾ സബൂൽ മൂബിഖാത്ത് പഠിച്ചില്ലേ? ഏറ്റവും ഭീകരമായ കുറ്റങ്ങൾ 7 കുറ്റങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്ന് ശിർക്ക്, അതിൽ പ്രവാചകൻ എണ്ണിയത് അകാരണമായി ഒരാളെ കൊല്ലലാണ്. ചിലർക്ക് ഇസ്ലാം പറഞ്ഞാൽ കൊല്ലല മതാണ്, അത് ഭീകരമാണ്, അത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലണം അതാണ് അല്ലേ? ഈ ചില കൊലപാതകങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ പ്രതികളായിട്ട് വരുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമന്റുകൾ വരും, അത് കൊല്ലലോല മതത്തിൽ പുണ്യാണ്, അത് ജിഹാദാണ്, ഒരു പരസ്പരം കൊലപാതകം നടത്തൽ സ്വർഗം കിട്ടാൻ കാരണമാകും, ഒരു ഊർലീങ്ങളെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റുകൾ വരും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഒരാളെ നിങ്ങൾ കൊന്നാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ഒരാളെ നിങ്ങൾ ആ മരണത്തിൽ നിന്നും ജീവിപ്പിച്ചാൽ, രക്ഷപ്പെടുത്തിയാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതുപോലെയാണ്. ലോകത്തിലെ ഒന്നാമത്തെ കൊലപാതകം ആദമിന്റെ മക്കളല്ല, ഹാബീലും കാബീലും. അതിൽ ആ കൊലയാളിയായ ആളെക്കുറിച്ച് പറഞ്ഞിടത്ത് ഇസ്ലാം എന്താ പറഞ്ഞ നിങ്ങള്? അതിനുശേഷം ലോകത്ത് എവിടെയൊക്കെ കൊലപാതകം നടക്കുന്നുണ്ടോ അതിൻ്റെ ഒക്കെ ശിക്ഷ ഇയാൾക്കും കിട്ടുന്ന. ഒന്നാമത്തെ കൊലപാതകം ഭീകര, ഒരാളുടെ ജീവൻ ഹനിക്കുന്ന, അത് ആരാണെങ്കിലും ഇസ്ലാമികമായി അത് അള്ളാഹു നിശ്ചയിച്ച മാർഗത്തിലല്ലാതെ അത് കടുത്ത കുറ്റമാണ്. വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ്. ഇത്രയും എത്ര പറഞ്ഞ? 5 പറഞ്ഞില്ലേ? 1 ശിർക്ക്, 2 മാതാപിതാക്കൾ, 3 കുട്ടികൾ, 4 വൃത്തികേട്, ഫവാഹിഷുകൾ, വൃത്തികേടിലേക്ക് അടുക്കരുത്, 5 ഈ പറഞ്ഞ കൊലപാതകം. ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹ് പറയണേ, വസ്സാക്കും ദാലിക്കും വസ്സാക്കും ബിഹി, ദാലിക്കും വസ്സാക്കും ബിഹി. ഈ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. എന്താ വസിയത്ത് പറഞ്ഞാൽ? ഈ ഉപദേശം വസിയത്ത് തമ്മിൽ വ്യത്യാസം എന്താ? ഉപദേശം എന്ന് പറഞ്ഞാൽ മാണെങ്കിൽ കേട്ടാൽ മതി. വസിയത്ത് അങ്ങനെയല്ല, ചെയ്തോളണം അല്ലേ? ഇവിടെ അള്ളാഹു നിങ്ങളോടൊരു വസിയത്ത്, സ്നേഹത്തിൽ നിന്നാണ് വസിയത്ത് ഉണ്ടാവുക. അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യാൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ ഇത് ചിന്തിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ, നിങ്ങൾ ചിന്തിക്കുന്നവരാവാൻ ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അള്ളാഹ് പറയുന്ന കാര്യം നോക്കൂ. 5 കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത മൊത്തം 10 കാര്യം പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് അള്ളാഹ് പറയുന്നത് വലാ തഖ്റബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ദ.
സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത്. സമ്പത്തുമായി ബന്ധപ്പെട്ട സംഗതി. അനാഥനായ ഒരു കുട്ടിയുടെ സ്വത്ത്, പാപ്പ മരിച്ചുപോയ നമ്മുടെ ബന്ധുവോ അല്ലെങ്കിൽ സമൂഹത്തിലോ അതാവട്ടെ, അനാഥനായ ഒരു കുട്ടി, ആ അനാഥനായ ഒരു കുട്ടി വലാ തഖ്റബൂ മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഒരനാഥയുടെ സ്വത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ നിങ്ങൾ അടുക്കരുത്. ഒരു കുട്ടിയുണ്ട്, എത്തിയും കുട്ടിയാണ്, ഓൻ്റെ പേരിൽ ഒരു 10-20 കോടി റുപ്യേൻ്റെ സ്വത്തുണ്ട്, അതങ്ങനെ കണക്കില്ലാതെ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണ്. എന്നിരിക്കെ അത് എത്ര നമ്മൾ വാരിക്കൂട്ടിയാലും ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരവസ്ഥയിലാണെന്ന് വിചാരിച്ചോളി. ആ സ്വത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ അടുക്കുമ്പോൾ അതിന് അള്ള വെച്ച നിബന്ധന എന്താ നിങ്ങൾ? അത് ഇല്ലാ ബില്ലത്തി അഹ്സൻ. ഇപ്പൊ നിലവിൽ എത്രയാണുള്ളത് അതിനേക്കാൾ നന്നായി ആ സ്വത്ത് ആ കുട്ടിക്ക് തിരിച്ചു കിട്ടുന്ന രൂപത്തിലല്ലാതെ നിങ്ങൾ ആ സ്വത്തിലേക്ക് അടുക്കാൻ പാടില്ല. ഇപ്പൊ അവന് 10 ലക്ഷം ഉണ്ടെങ്കിൽ അത് അവന് 11 ലക്ഷം ആക്കി കൊടുക്കാനല്ലാതെ അതിനിങ്ങട്ട് 2 ലക്ഷം എനിക്ക് കിട്ടട്ടെ എന്നുള്ള നിലക്ക് ആ സ്വത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. അനാഥനായ ഒരു കുട്ടിയുടെ സ്വത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ അത് ആ കുട്ടിക്ക് ഗുണം കിട്ടാനല്ലാതെ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഒരിക്കലും ആ സ്വത്തിലേക്ക് നിങ്ങൾ പോകരുത്. അനാഥന്റെ സ്വത്ത് ഭയങ്കര പ്രശ്നമാണോ, കീർത്തിക്കോളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ സബുൽ മൂബിഖാത്തുണ്ടല്ലോ, റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ വിനാശകാരികളായ, നിങ്ങളെ ഇല്ലാതാക്കി കളയുന്ന, സബുൽ മൂബിഖാത്ത് തന്നെ അതാണ്, ഡെലിറ്റ് ചെയ്ത് കളയുന്ന, നമ്മളെ അങ്ങോട്ട് പറ്റങ്ങട്ട് ഇല്ലാതാക്കി കളയുന്ന 7 കാര്യങ്ങൾ ഇസ്തനിബു, നിങ്ങൾ വർജിക്കണം കേട്ടോ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, റസൂല ഏതൊക്കെയാണോ ഭയങ്കര കാര്യങ്ങൾ? അപ്പൊ അങ്ങനെ പറഞ്ഞ ഷിർക്കുബില്ല, 1 ഷിർക്കാണ്, 2 സിഹർ ഈ മാരണം കൂടോത്രം, 3 അൽ ഖത്ലു കൊലപാതകം, 4 എന്താ നിങ്ങള് അഖ്ലു റിബ പലിശ തിന്ന, 5 അഖ്ലു മാലിൽ യതീം യതീമിന്റെ സ്വത്ത് തിന്ന. യതീമായ ചിലപ്പോൾ ഇഷ്ടംപോലെ സ്വത്തുണ്ടാവും, നമ്മൾ പാവങ്ങളേക്കാരം ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോ നമ്മളെ പെങ്ങന്മാരൊക്കെ പെങ്ങളെ കുറച്ച് പൈസ ഉള്ള പേരേക്കാണ് കെട്ടിച്ച്, നമ്മൾ ദാരിദ്ര്യം കൂലിപ്പണി ഔട്ടിക്കോ കൺസ്ട്രക്ഷൻ വർക്കിനെ പോണ ആളാ. പക്ഷെ പെങ്ങളെ ഒരു പൈസക്കാരൻ കെട്ടി, അതിലൊരു കുട്ടി ഉണ്ടായി, കെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ മരിച്ച്, ആ സ്വത്ത് മുഴുവൻ ഈ കുട്ടിൻ്റെതും പെങ്ങളതുമായി. നമ്മളാണെങ്കിൽ പട്ടിണിയാണ്, എന്നാ ഒരു കാര്യം ചെയ്യാം, അതുകൊണ്ടാണ് ജീവിക്കുക എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അനാഥൻ്റെ സ്വത്തിനെ വളരെ ഗൗരവത്തോടു കൂടി കാണണം. 5 പൈസ ആ സ്വത്ത് നമ്മുടെ സ്വത്തിൻ്റെ ഭാഗമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അനാഥനെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ ഹൈറ്, അവൻ്റെ പുരോഗതി, അവൻ്റെ വളർച്ച, അതിനല്ലാതെ ആ അനാഥന്റെ സ്വത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞേ. വലാ തഖ്റബൂ, നേരത്തെ പറഞ്ഞ അതേ ശൈലിയ, നിങ്ങൾ അടുക്കരുത് ആ സ്വത്തിലേക്ക്. വലാ തഖ്റബൂ മാലൽ യതീം ഇല്ലാ ബില്ലത്തി അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ദ. ഓന് പ്രായപൂർത്തിയാകണവരെ, ഓന് പ്രായപൂർത്തിയും പക്വതയൊക്കെ ആയാൽ പിന്നെ ഓനും കൂടെ തമ്മിൽ ബിസിനസ് കച്ചവടം എന്തോ ചെയ്തിക്കോളി, ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ ഓന് പ്രായപൂർത്തിയാകുന്നത് വരെ ആ സ്വത്ത് തൊടുമ്പണ്ടല്ലോ, തീക്കട്ടയിൽ തൊടുന്ന പോലെ കരുതിക്കോളിതാ, പ്രശ്നവും സംഗതി കഴിച്ചിലാവൂല. ഓക്കെ, ഇനി വേമേ പറഞ്ഞു പോകട്ടോ, അവസാനിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? കൈല് എന്ന് പറഞ്ഞാൽ അളവ്. നമ്മൾ കഞ്ഞി കുടിക്കുന്ന കൈല് അറിയില്ലേ, അത് അറബിയിൽ നിന്ന് വന്ന പദാ. പണ്ട് അറബികൾ ഇവിടെ വന്നപ്പോൾ സാധനങ്ങളൊക്കെ അളക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. നമ്മൾ കഞ്ഞി കുടിക്കാനാക്കിയത് മാത്രം. കൈല് എന്നുള്ള പേര് അങ്ങനെ തന്നെ വന്ന. കൈല് എന്ന് പറഞ്ഞാൽ അളക്കുക എന്നർത്ഥം. മീസാൻ എന്ന് പറഞ്ഞാലോ തൂക്കുക എന്നർത്ഥം. മീസാൻ തൂക്കം. അപ്പം വല ഔഫു അൽ കൈല വൽ മീസാന ബിൽ ഖിസ്തി, അളവിലും തൂക്കത്തിലും നീതിപൂർവം നിങ്ങൾ പൂർത്തിയാക്കണം. ഇസ്ലാമിന്റെ കൽപ്പനയാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ, അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫുൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അവർ ജനങ്ങളുടെ പക്കൽ നിന്ന് സാധനം അളന്നു വാങ്ങുമ്പോൾ നല്ല കൂട്ടി അളക്കും, ജനങ്ങൾക്ക് സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ കുറച്ചളക്കും, അവർക്ക് നാശം എന്ന് പറയുന്ന ഒരു സൂറത്തിന്റെ ഖുർആനിലുണ്ട്. ലോകത്തിലെ മനുഷ്യൻ ഏറ്റവുമേറെ വഞ്ചിക്കപ്പെടുന്നത് അളവിലും തൂക്കത്തിലുമാണ്.
ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഒരു ദിവസം എത്ര വട്ടങ്ങൾ അളവിലും തൂക്കത്തിലും വഞ്ചിക്കപ്പെടുന്നത്? പല കോലത്തിൽ. അത് ഏത് സാധനമാവട്ടെ, സമൂഹത്തിൽ ലോകത്തിലെ സമ്പന്നരാവാൻ കൊതിക്കുന്ന ആളുകളുടെ ഒന്നാമത്തെ മാർഗം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കല. അത് രത്നങ്ങൾ തൂക്കുന്ന, സ്വർണം തൂക്കുന്ന തുലാസ് മുതൽ അങ്ങാടിയിൽ വലിയ വാഹനങ്ങൾ തൂക്കുന്ന വേ ബ്രിഡ്ജുകളിൽ വരെ അളവിലും തൂക്കത്തിലും കൃത്രിമം. അപ്പൊ എന്താ ആൾക്കാർ പറയാറിയോ? അതെ, അതൊന്നും അങ്ങനെ നേരെ കൊണ്ടുവരുന്ന കച്ചവടം നടക്കൂല. ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയാലേ കച്ചവടം നടക്കുള്ളൂ അല്ലേ? ചില തുലാസൊക്കെ അങ്ങനെയാണ്, 90 കഴിഞ്ഞാൽ 100 ആവും, 10 ഗ്രാമിലൊക്കെ ചാടുക. അത് സെറ്റ് ചെയ്യുമ്പം, അത് ടെക്നീഷ്യന്മാർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അത് എത്ര സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഒക്കെ നടക്കും, ഏത് നടക്കും അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ ശക്തമായ കൽപ്പനയാണ്. ഇതാണ് ഇപ്പൊ ഇസ്ലാം എല്ലാം ഹറാമാക്കി പറയല്ലോ. ഇതാ ഇസ്ലാം ചെയ്ത കുറ്റം. ഏത്? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. അതിൽ നിങ്ങൾ നീതിയോടുകൂടി അത് പൂർത്തിയായി അളക്കുകയും തൂക്കുകയും ചെയ്യണം. ചതി പാടില്ല, വഞ്ചന പാടില്ല ഈ വിഷയത്തില്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിലെ മാർക്കറ്റിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഗോതമ്പ് ഇങ്ങനെ കൂട്ടിട്ടൊക്കെയാ. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ പ്രവാചകൻ അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് കണ്ടിങ്ങോട്ട് വാരി. അപ്പൊ അതിൻ്റെ ഉള്ളിലെ ഗോതമ്പ് നനഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു തന്ത്രമാണ് അന്നത്തെ കാലത്ത്. നനച്ചിടും തൂക്കം കൂടാൻ വേണ്ടി. അപ്പൊ റസൂൽ ചോദിച്ചത് എന്താ തൂക്കം കൂടിയത്? അപ്പൊ അയാൾ പറഞ്ഞു അത് നനഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മഴ കൊണ്ടിട്ട് നനഞ്ഞതാ. അപ്പൊ റസൂൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആ നനഞ്ഞ ഭാഗം ആൾക്കാർ കാണട്ടെ. തൂക്കിക്കൊടുക്കുമ്പോ ആ നനവിന്റെ ആ കുറവ് നിന്റെ തൂക്കത്തിൽ കൂടുതലായി ഉണ്ടാവട്ടെ. ആളുകളെ ചതിക്കുന്ന ഏർപ്പാടുണ്ടാവരുത് അല്ലേ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. അത് നീതിയോടുകൂടി പൂർത്തിയാക്കണം. ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതെന്റെ ഇടക്കണ കയറ്റി. എന്താ അറിയോ? ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയേ ഇങ്ങനെയൊക്കെ ജീവിക്കാം. അപ്പം മനുഷ്യന്മാരെ കൊണ്ട് കഴിയോ? ഇപ്പത്തെ കാലത്ത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ജീവിച്ചാൽ ദിവസം വല്ലതും കിട്ടണ്ടേ? ഇങ്ങനെ ജീവിച്ച് പോകാൻ പറ്റൂലേ എന്ന് പറയുന്ന ആൾക്കാർക്ക് അള്ളാന്റെ മറുപടി ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഏതൊരു മനുഷ്യനോട് അള്ള ഒരു കാര്യം കൽപ്പിക്കുന്നുണ്ടോ ആ മനുഷ്യന് കഴിയുന്നതേ അള്ള കൽപ്പിക്കൊള്ളുന്ന. ഇപ്പൊ അള്ളാഹു തആല ഈ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് ആർക്കാ പറയാൻ പറ്റുക? അള്ളാഹു ഒരാളോട് ഒരു കാര്യം കൽപ്പിക്കുമ്പോ അയാൾക്ക് സാധിക്കുന്നതേ കൽപ്പിക്കുന്ന. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു നഫ്സിനോടും അതിന് സാധിക്കുന്നതല്ലാതെ അല്ലാഹു തആല കൽപ്പിക്കൂല. ബാക്കി വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ. സംസാരിക്കുകയാണെങ്കിലേ നീതി പൂർവ്വം സംസാരിക്കണം. വലൗ ദാ ഖുർബാ വലൗ കാന ദാ ഖുർബാ. അത് നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്കെതിരാണെങ്കിലും ശരി, ഒരു സംസാരിക്കുമ്പോഴേ അത് നമുക്കങ്ങനെ പറയാം അങ്ങനെയൊക്കെ അതാ ശരി, പക്ഷെ അങ്ങനെ പറയാൻ പറ്റൂല. ഓ നമ്മളെ ആളാണ്, നമ്മളെ അടുത്ത ആളാണ്, നമ്മളെ കുടുംബക്കാരനാണ്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ എന്താ? നിങ്ങളുടെ നീതി മാതാപിതാക്കൾക്ക് എതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണം എന്നാ. നീതിന്റെ ഭാഗത്ത് നിൽക്കണം. തെറ്റാ? അതാണോ ഇസ്ലാം ചെയ്ത കുറ്റം? നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണം. ഒരു കാലത്തും നിങ്ങൾ അനീതിയുടെ കൂടെ ആവരുത്. നിങ്ങൾ ആ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് എന്ത് നഷ്ടമുണ്ടോ ആ നഷ്ടം സഹിച്ചളി. നീതിയുടെ ഭാഗത്ത് നിൽക്കണം. അതാണ് ആ പറഞ്ഞത് വൈദാ ഖുൽതും ഫഅദിലൂ വലൗ കാന ദാ ഖുർബാ. ബാക്കി വബിഅഹദില്ലാഹി ഔഫു. അള്ളാഹുവിന്റെ എല്ലാ കരാറുകളെയും നിങ്ങൾ പാലിക്കണം. ഒരു മുസ്ലിം ആവുമ്പോഴേ നമ്മളും പടച്ചോണം തമ്മിൽ കുറേ കരാറുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യ വാക്യത്തിന്റെ കീഴിൽ ഒരുപാട് കരാറുകൾ നമ്മളും പടച്ചോനും നടക്കുന്നുണ്ട്. ആ കരാറുകളൊക്കെ നമ്മൾ പാലിക്കണം. അള്ളാഹിനോട് ചെയ്ത ഒരു കരാറും, അള്ളാഹ് കൽപ്പിച്ച ഒരു കരാറും നമ്മൾ ലംഘിക്കരുത്, നമ്മൾ പാലിക്കണം. ദാലികും വസ്സാകും ബിഹി. വീണ്ടും അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യാണ്, ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹ് പറയട്ടോ, ഇപ്പൊ 10 കാര്യം പറഞ്ഞു കേട്ടോ, 10 കാര്യം പറഞ്ഞു.
ഈ 10 കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ള പറയണേ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ. റസൂലെ പറഞ്ഞു കൊടുക്ക്, നബിയാണല്ലോ പറയണേ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, ഇതാണ് എൻ്റെ നേരായ മാർഗം.